ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് എന്താ ഗോൾഡ്, യൂറോ യൂഎസ്ഡി അതുപോലെ USD JPY ഇതിൻ്റെ മൂന്നിൻ്റെ ലെവൽസ് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് ഇന്നലെ പറഞ്ഞു വിടുന്ന ലെവൽസ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇന്നലെ നമ്മുടെ USD JPYയിൽ ഈ ഒരു ഓവറോൾ സെല്ലിലേക്കാണ് സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെ ഫസ്റ്റത്തെ സെല്ലിംഗ് സോണും രണ്ടാമത്തെ സെല്ലിംഗ് സോൺ ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സെല്ലിംഗ് സോണിൽ നിന്ന് തന്നെ നല്ലൊരു എൻട്രിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല RR വന്നിട്ടുമുണ്ട്. ഇനി രണ്ടാമതായിട്ട് യൂറോ USDൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വിടുന്നതിൽ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റും പിന്നെ തൊട്ട് താഴെയുള്ള ഈ ഒരു ബൈയിങ് സോണും ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിൽ തന്നെ ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടി, അതും സെൻറ്ററൈഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ നൈറ്റ് ഒരു വേറൊരു എൻട്രിയും കൂടി ഉണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് SL കിട്ടി. ഇതിന് കാരണമുണ്ട് 4 ഹവറിൻ്റെ ഒരു സെല്ലിംഗ് സോണിൽ നിന്ന് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് ഗോൾഡിലായിരുന്നു നമുക്ക് ഇന്നലെ ഒരു ട്രേഡ് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെല്ലിംഗ് സോണും ആയിരുന്നു. ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ എൻട്രി നോക്കാം, ഈ ഒരു ലോ വരെയൊക്കെ ടാർഗറ്റായിട്ട് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് എന്താണ്, ആ ഒരു സെല്ലിംഗ് സോണും ബ്രേക്ക് ചെയ്തതിൻ്റെ ഹൈലൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് നമുക്ക് 1 മിനിറ്റിലെ കൺഫർമേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര നല്ലൊരു എൻട്രി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അത് കാരണം നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രൈസ് കറക്റ്റായിട്ട് നമ്മുടെ ലെവൽസും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സെല്ലിലേക്കുള്ള സാധ്യത തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലോ വരെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം. എപ്പോഴത്തെ പോലെ തന്നെ ഫസ്റ്റ് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗോൾഡ് നോക്കിയേ, ഇന്നലെ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, അതിനുശേഷം ഈ ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് മൈനർ ട്രെൻഡായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം എന്താണ്, മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഈ പ്രീമിയത്തിൽ സെൽ സോണിലോട്ട് വരുവാണെങ്കിലോ നമുക്ക് ഇവിടുന്ന് സെല്ലിലേക്ക് തന്നെ വീണ്ടും നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഗോൾഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മൈനർ ട്രെൻഡാണ് ഇതിനകത്തുള്ളത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, ഇതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഈ ഒരു ലോ, ഇപ്പോൾ ലോവസ്റ്റ് അതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് ലോയിനും കൂടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഹൈയും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തൊട്ടടുത്തുള്ള ഈ ഒരു സെല്ലിംഗ് സോണിൽ നിന്നും കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ലോ വരെയൊക്കെ ഗോൾഡിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഈ രണ്ട് സാധ്യതയാണ് ഇപ്പോൾ അടുത്തടുത്തായിട്ട് കാണുന്നത്. ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു ലോയിനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ്, പുതിയൊരു BOS മേജർ ട്രെൻഡായിട്ട് തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വന്നിട്ടുള്ള ഇൻഡ്യൂസ്മെൻറ്റോ ഈ സെല്ലിംഗ് സോണോ അതിനുശേഷം ഈ പ്രീമിയത്തിൽ സെൽ സോണോ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇതുവരെ നമുക്ക് സെല്ല് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഇത് മേജർ ട്രെൻഡായിട്ടാണ് പിന്നെ വരുന്നത്. ഇനി മാർക്കറ്റ് ഈ ഒരു ലെവൽസിനൊന്നും റെസ്പെക്റ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് വന്ന് ഈ ഹൈനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, ഇത് വീണ്ടും മേജർ ട്രെൻഡിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തൊട്ടടുത്തുള്ള ഈ ഒരു സെല്ലിംഗ് സോണിൽ നിന്നൊക്കെ തന്നെ ട്രേഡുകൾ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. വേറൊന്നുമില്ല, ഇതാണ് മേജർ ട്രെൻഡായിട്ട് വരുന്നത്. ഇപ്പോൾ ഹൈ മുതൽ ലോ വരെ ഇതാണ് ഇതിലെ മേജർ ട്രെൻഡായിട്ട് വരുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് മേജർ ട്രെൻഡായിട്ട് വരുന്നത്. ഈ മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷമുള്ള മൈനർ ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം മാർക്കറ്റ് എന്താണ്, ഇതിനെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാതെ മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ മേജർ ട്രെൻഡിലെ സെല്ലിംഗ് സോണിൽ നിന്ന് തന്നെ എൻട്രി നോക്കാനായിട്ട് പറ്റും, വീണ്ടും സെല്ലിലേക്ക്. ഇനി അതല്ല, മാർക്കറ്റ് വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുക അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ മൈനർ ട്രെൻഡിന് തന്നെ കണ്ടിന്യൂവേഷൻ നോക്കി പോകാനായിട്ട് പറ്റും. ഇനി മാർക്കറ്റ് വന്ന് ഈ ലോയിനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മേജർ ട്രെൻഡായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈ ആയിരിക്കും പുതിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത്. എന്തായാലും നോക്കാം, ഇതിൻ്റെ ലെവൽസൊക്കെ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് എന്തായാലും അറിയിക്കാം. ഇത്രയും സാധ്യതയാണ് ഇപ്പോൾ ഇതിനകത്ത് ഗോൾഡിലുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ യൂറോ USDൻ്റെ കാര്യത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിലും യൂറോ USDയിൽ എന്താണ്, ഇപ്പോൾ സെല്ലിലേക്കുള്ളൊരു ട്രെൻഡ് കൺഫേം ആയി. ലാസ്റ്റ് ദിവസം ഇന്നലെ ഉണ്ടായിരുന്ന ബൈയിലേക്ക് ഉണ്ടായിരുന്ന ട്രെൻഡിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് ഇന്ന് മോർണിംഗ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലിക്വിഡിറ്റി എടുത്ത് ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെല്ലിലേക്കുള്ളൊരു ട്രെൻഡ് കൺഫേം ആയി. 4 ഹവർ നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി വരെ വരാനുള്ള സാധ്യതയുണ്ട്. 4 ഹവറിലെ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും സെല്ലിലേക്ക് തന്നെയാണ് യൂറോ USDയിൽ നോക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലെവൽസും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയൊരു സെല്ലിലേക്കുള്ളൊരു BOS കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ഈ ഹൈയും വരും. ഇതിന് ശേഷമുള്ള സാധ്യതകളെന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇതിന് ശേഷം ഒരു താഴേക്കൊരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തൊട്ടടുത്തുള്ള ഈ ഒരു ക്യാനിൽ ഓർഡർ ബ്ലോക്കായിട്ട് എടുത്ത് ഇവിടെ നിന്ന് നമുക്ക് എന്താണ് സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ, ഫസ്റ്റത്തെ സാധ്യത. ഇനി ഇതെല്ലാം മാർക്കറ്റ് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് മുകളിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഇവിടെ തന്നെ എൻട്രി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രീമിയത്തിലോ സെൽ സോണിലോ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ സാധ്യതയാണ് യൂറോ USDയിലുള്ളത്. ഇപ്പോൾ ഓവറോൾ സെല്ലിലേക്ക് തന്നെയാണ് ഇതിനകത്ത് സാധ്യത കാണുന്നത്. മൊമെൻറ്റും കാര്യങ്ങളെല്ലാം സെല്ലിലേക്ക് തന്നെയാണ്. അപ്പോൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ തൊട്ട് മുകളിലുള്ളത് ഒരു സെല്ലിംഗ് സോൺ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ഈ ഒരു പ്രീമിയത്തിൽ സെൽ സോണിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നോക്കാനായിട്ട് പറ്റും കേട്ടോ. ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് എൻട്രി കിട്ടുവാണെങ്കിലും ഫസ്റ്റത്തെ ഈ ലോ ആയിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ ടാർഗറ്റായിട്ട് വരുന്നത്. ഇനി അതുപോലെ തന്നെ USD JPYൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കി പോവാം.
ഇപ്പോൾ USDJPയിൽ നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഉള്ളത് കേട്ടോ. ഞാൻ അന്ന് ചാർട്ട് കറക്റ്റായിട്ട് എടുക്കാം. ഇപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് ഒരു ട്രെൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു. പിന്നീട് മാർക്കറ്റ് ഒന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു. പ്രീമിയത്തിൽ സെൽ സോണിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, മാർക്കറ്റ് വീണ്ടും ബൈയിലേക്ക് ഒരു പുൾ ബാക്കും കൂടെ വന്നതുകൊണ്ട് ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബൈയിങ് സോണിലേക്ക് വന്നിട്ടോ നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈയിലേക്കാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത്. പിന്നെ 50% നോക്കുകയാണെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ട് ഒരു 50% നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ഏകദേശം ഇതുവരെ വരെയൊക്കെ സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത USDJPയിൽ ഫസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ BOSൽ ചെറിയൊരു ട്രേഡൊക്കെ സെല്ലിലേക്ക് നോക്കാനാണെങ്കിൽ ഇപ്പോൾ പ്രീമിയത്തിൽ സെൽ സോണിലാണല്ലോ നിൽക്കുന്നത്. ചെറിയൊരു റീട്രേസ്മെൻറ്റ് സാധ്യത നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഇവിടുന്ന് ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് TP ഇതായിട്ട് നോക്കേണ്ടി വരും. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഈ ഒരു ബൈയിങ് സോൺ വരെയൊക്കെ നമുക്ക് ടാർഗറ്റായിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് ഒരു സെല്ലിലേക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഞാൻ ആ ബൈയിലേക്കുള്ള ലെവൽസും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ സെല്ലിലേക്ക് അത്ര അഗ്രസീവായിട്ട് നോക്കണമെന്നില്ല കേട്ടോ. അതുപോലെ ഈ ഇൻഡ്യൂസ്മെൻറ്റും കിട്ടി, ഈ ഒരു ബൈയിങ് സോണും. ഇത് രണ്ടുമാണ് ബൈയിലേക്കുള്ള സാധ്യത കേട്ടോ. ഇനി ഈ മാർക്കറ്റ് വന്നിട്ട് എന്താണ്, ഈ ഒരു ലോയിന് ബ്രേക്ക് ആണെങ്കിൽ ഇത് വീണ്ടും സെല്ലിലേക്കുള്ള ട്രെൻഡ് തന്നെയായിട്ട് മാറും. ഇത്രയും ഇതിനകത്ത് സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ചെറിയൊരു സെല്ലിൽ ഇപ്പോൾ USDJPയിലൂടെ നമുക്ക് ചെറിയൊരു സെല്ലിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ബൈയിങ് സോൺ ട്രെയിൽ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. കുറച്ച് റിസ്ക് കൂടുതലുള്ള ഒരു എൻട്രി ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്തേക്ക് വന്ന് കറക്റ്റ് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് നോക്കി പോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസവും ഇത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ. ഇപ്പോൾ ഗോൾഡിൽ നോക്കുവാണെങ്കിലാണ് കുറച്ച് 2-3 ട്രെൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഫസ്റ്റ് നോക്കി പോകാനായിട്ട് പറ്റുന്നത് ഈ മൈനർ ട്രെൻഡാണ് കേട്ടോ. ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷമേ ബാക്കിയുള്ള ഇതിലേക്കെല്ലാം വരുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഗ്രൂപ്പിലേക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.